LKG മുതൽ 4ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണിന്ന്. അച്ചുവിന്റെ കല്യാണം. അതുകൊണ്ട് രാവിലെ എണീറ്റു, എന്നിട്ട് ബാൽക്കണിയൊക്കെ തുറന്ന് കുറച്ചൊരു വെയിൽ കൊണ്ടു. രാവിലത്തെ വെയിൽ നമ്മളിൽ ഒരു 90% ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ശരിയല്ലേ? എന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻസിനും ഉള്ളൊരു പ്രശ്നമാണിത്. ആസ് എ സർട്ടിഫൈഡ് കോച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രാവിലത്തെ വെയിൽ കൊള്ളാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് മുണ്ട് കൊടുക്കാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുണ്ട് തേക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തേപ്പിൽ എക്സ്പേർട്ടായ അച്ഛനോട് പറയും, അച്ഛൻ എനിക്ക് രാവിലെ മുണ്ടൊക്കെ തേച്ച് തന്നു. പേടിക്കണ്ട, മുണ്ട് കൊടുക്കാൻ പഠിച്ച പോലെ തന്നെ ഞാൻ തേക്കാനും പഠിക്കും. കുറച്ച് സമയം തായോ. മുണ്ട് തേക്കുന്ന കാര്യമാണേ, വേറൊന്നും തെറ്റിദ്ധരിക്കല്ലേ. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. അതിന്റെ പ്രസാദോടെ ഞാൻ ഈ തൊടുന്നത്. എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷർട്ടായത്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എന്നോട് ഇപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ എപ്പോഴും മുണ്ടാണല്ലോ, പാൻറ് ഇട്ട് കാണാറേ ഇല്ലല്ലോ. അത് ശരി കേട്ടോ. എനിക്ക് പണ്ട് ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു മുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി. അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കേട്ടോ. അതിന് നിങ്ങൾ എല്ലാവരോടും എന്റെ ഒരു കുന്നോളം സ്നേഹം. ഈ സ്പ്രേ അടിക്കുന്നത് മാള് കാണണ്ട, ഇത് അവളുടെ സ്പ്രേയാ. ഞാൻ ആ ഫുള്ള് തീർത്തത്. എനിക്ക് പിന്നെ സ്പ്രേ കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ്, കുളിക്കും ഞാൻ അതിനകത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു ശീലം? ഞാനും അമ്പിളി അമ്മയും കൂടെ കേട്ടോ കല്യാണത്തിന് പോയത്. അമ്പിളി അവൻ പ്രത്യേകം ചെന്ന് വിളിച്ചതാ കേട്ടോ. എനിക്കാണെങ്കിൽ അവനൊരു കല്യാണക്കുറി പോലും അയച്ചു തന്നില്ല. പക്ഷെ സാരമില്ല, അവരുടെ നീണ്ട 7 വർഷത്തെ പ്രണയവും സ്ട്രഗിളും ഒക്കെ ഇന്ന് തീരുവല്ലേ. അത് തന്നെ ഒരു വലിയ സന്തോഷമല്ലേ. അപ്പൊ ഗൈസ്, ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ ഞാൻ എന്റെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.